إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് അഅറാഫിലെ 157 ആയത്തിന്റെ അവസാനത്തെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത്. മനുഷ്യരായ നമ്മൾക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഓരോ റോൾ മോഡലുകൾ ഉണ്ടാവും, ഓരോ മാതൃക. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ പല രംഗങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾക്ക് അതത് മേഖലകളിലെല്ലാം ഓരോ മോഡലുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ വിശ്വാസികൾ എന്ന നിലയിൽ തീർച്ചയായും നമുക്ക് ഒരു മോഡൽ ഉണ്ടാകണം, ഒരു റോൾ മോഡൽ ഉണ്ടാവണം. അത് നമ്മുടെ മഹാനായ സയ്യിദായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അദ്ദേഹമായിരിക്കണം നമ്മുടെ മാതൃക എന്ന് പറയുന്നത്. എന്തിന്? നമ്മൾ ശരിക്ക് ചിന്തിക്കണത് എന്തിന് എന്ന് നമ്മളൊരാൾ ചോദിച്ചാൽ അതിന് ഉത്തരം ഒന്ന് മാത്രമാണ്: മനുഷ്യ സമൂഹത്തെ നബിമാരിലൂടെ സന്മാർഗത്തിലേക്ക് നയിക്കുക എന്ന അള്ളാഹുവിന്റെ ഒന്നാമത്തെ വഅദ, നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോഴുള്ള ഒന്നാമത്തെ വഅദ, ആ സംവിധാനത്തിന്റെ പരിസമാപ്തി കുറിക്കുന്ന ഒരു അവസ്ഥയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നടപ്പിലാക്കുന്നത്.
ഇതിനാണ് നമ്മൾ സാധാരണഗതിയിൽ അറബിയിൽ റിസാലത്ത് എന്ന് പറയുക. എന്ന് വെച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യരായ നമ്മളിൽ നിന്ന് ഒരാളെ നബിയായി നിശ്ചയിക്കുകയും ആ പ്രവാചകനിലേക്ക് അവന്റേതായ സന്ദേശങ്ങൾ അവൻ കൈമാറുകയും ആ പ്രവാചകൻ ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന സംവിധാനത്തിനാണ് നമ്മൾ അറബിയിൽ റിസാലത്ത് എന്ന് പറയുന്നത്. അല്ലെ? തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത് 3 ഭാഗമാണ് നമ്മുടെ ഈമാനിന്റെ സംഗ്രഹം എന്ന് പറയുന്നത്. മനുഷ്യരായ നമ്മൾ ഏതെല്ലാം കാലഘട്ടങ്ങളിൽ എവിടെയൊക്കെ ജീവിച്ചിട്ടുണ്ടോ അന്നെല്ലാം അല്ലാഹു അവനിലേക്ക് ക്ഷണിക്കുന്ന, അവന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന അമ്പിയാക്കന്മാരെ അയച്ചിട്ടുണ്ട്. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരു നദീർ വരാത്ത ഒരു ഉമ്മത്തും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ആ പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകനില്ല. എന്റെ ഡ്യൂട്ടി എന്താ? ഞാൻ മുഴുവൻ മനുഷ്യരിലേക്കും വന്ന പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെ അള്ളാഹു നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാണ്, ഓതിക്കൊടുക്കാൻ വേണ്ടി പറയാ, വമാ അർസൽനാക ഇല്ലാ കാഫതൻ ലിന്നാസി ബശീറൻ വനദീറ. ഞാൻ നിയോഗിക്കപ്പെട്ടത് മനുഷ്യ ആ സകലത്തിലേക്കാണ്. എങ്ങനെയായി? നദീറായി, ബഷീറായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മുടെ ആദർശ വാക്യത്തിന്റെ 2ാമത്തെ ഭാഗം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. നമ്മളറിയണം, നമുക്ക് അറിയാത്തതല്ല, പക്ഷെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഓർത്ത് മനസ്സിൽ കോറി വെക്കണം. ഈ നബിയെ അംഗീകരിക്കാത്ത ഒരാളും മുസ്ലിമായി തീരില്ല. ഈമാനിന്റെ പൂർത്തീകരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. നബിയിൽ വിശ്വസിക്കൽ മാത്രമല്ല, ആ ചര്യയാണ് ഞാൻ പിന്തുടരേണ്ടതെന്ന് അയാൾ അംഗീകരിക്കുക കൂടി ചെയ്യണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യവും അദ്ദേഹത്തിന്റെ മഹത്വവും പറഞ്ഞതിന് ശേഷം, അത് സൂറത്ത് അഅറാഫിലെ 157-ാമത്തെ ആയത്ത് മുഴുവൻ ഞാനിന്ന് വായിച്ചിട്ടില്ല. നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യണം അറിയാം? ആയത്തൊന്ന് വായിക്കണം, തഫ്സീറിൽ ഒന്ന് ഓതി നോക്കണം. അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് ഫല്ലദീന ആമനൂ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡ്യൂട്ടി നന്നായി വിശദീകരിക്കുന്നുണ്ട്, ആരാണ് റസൂൽ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഖുർആൻ പറയാണ്, അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകൾ, വഅസ്സറൂഹു, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത ആളുകള്, വനസറൂഹു, അദ്ദേഹത്തെ സഹായിച്ച ആളുകള്, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, അദ്ദേഹത്തിലൂടെ നാം അവതരിപ്പിച്ച ഈ പ്രകാശത്തെ പിന്തുടരുന്ന ആളുകള്, അവരാരറിയോ? ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ. പ്രിയപ്പെട്ടവരെ, ഫലാഹ്, ആത്യന്തികമായ വിജയം, അത് ദുനിയാവിലുണ്ട്, ആഖിറത്തിലുണ്ട്. 2 ലോകത്ത് വിജയമുണ്ട്. നമ്മൾ ശരിക്കും പഠിച്ചാൽ നമുക്ക് കിട്ടും. നമ്മൾ സാധാരണയൊക്കെ പറയാറുള്ള എന്നറിയാം, ഇപ്പോ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാല് പരലോകത്ത് എന്തെങ്കിലും കിട്ടുക എന്നല്ലാതെ ദുനിയാവിൽ എന്താണ് നമുക്ക്? ഇതിന്റെ ഏറ്റവും 1ാമത്തെ ഗുണം കിട്ടുന്നത് ദുനിയാവിലാണ്. ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ പിന്നീട് പഠിക്കാം. നമുക്ക് അനുഭവിക്കുന്നതാണ് ഞാനും നിങ്ങളും. 2, ആഖിറത്തിലും ഫലാഹുണ്ട്. അല്ലാഹു ആ വാക്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നാണ്, വഹില്ലു അലൈക്കും റിദ്വാനി ഫലാ യുസ്ഖിതു ഫലാ ഉസ്ഖിതു അലൈക്കും അബദാ. ഈ നേരത്തെ എണ്ണിയ സംഗതികളിൽ വിശ്വസിക്കുന്ന ഒരാള്, അയാളിൽ എന്റെ റിദ്വാൻ ഇറങ്ങുക തന്നെ ചെയ്യും. റിദ്വാൻ, എന്റെ തൃപ്തി അയാൾക്ക് കിട്ടും. 2, അയാൾ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല. അതാണ് വിജയം എന്ന് പറയുന്നത്. അള്ളാന്റെ തൃപ്തി കിട്ടും, നമ്മൾ വഴികേടിലാവൂല്ല. അവിടെ എത്താൻ എന്ത് വേണമെന്നറിയാം? 4 കാര്യങ്ങൾ ഈ ആയത്തിൽ പറഞ്ഞു. 1, ഫല്ലദീന ആമനൂ ബിഹി, നബിയിൽ വിശ്വസിക്കണം. ഞാൻ എണ്ണി പറയുന്നേ ഉള്ളൂ കേട്ടോ, നിങ്ങൾ എന്റെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലിട്ട് ആലോചിക്കണം. 4 കാര്യങ്ങൾ, 4 റുക്നുകൾ നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാകണം. എന്തൊക്കെ? നമ്മുടെ വിശ്വാസം എങ്ങനെ ആവണം? നബിയിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, എങ്ങനെ ആവണം? തഅതുഹു ഫീമാ അമർ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പിച്ചതിലെല്ലാം നമ്മൾക്ക് അനുസരണം ഉണ്ടാവണം. 2,
തസ്ദീഖുഹു ഫീമാ അമറ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതിനെയെല്ലാം നമ്മൾ തസ്ദീഖ് ചെയ്യണം, സത്യപ്പെടുത്തണം. 3 വജ്തിനാബു മാ നഹാ വമാ സജർ, ഹബീബായ റസൂല് എന്തെല്ലാം വിരോധിച്ചിട്ടുണ്ടോ, നമ്മളോട് എന്തിൽ നിന്നെല്ലാം അകന്നു നിൽക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ, അതിൽ നിന്നെല്ലാം നമ്മൾ അകന്നു നിൽക്കണം. അടുത്തത് വഅല്ലാ യഅബുദല്ലാഹ് ഇല്ലാ ബിമാ ശറഅ, ശറഇൽ വന്നതനുസരിച്ച് മാത്രം ഇബാദത്ത് ചെയ്യണം. ഇബാദത്ത് എന്താണ്? ആരാധനാകണമെങ്കിൽ അത് ഹബീബായ റസൂല് നമുക്ക് പറഞ്ഞു തന്നിരിക്കണം. ഈ 4 എണ്ണം ഞാൻ അതിനെ ബയാൻ ചെയ്യുന്നില്ല, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലിട്ടൊന്നും ഇങ്ങനെ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതിൽ അനുസരണം ഉണ്ടാകണം, അതിനെ സത്യപ്പെടുത്തണം, റസൂലുള്ള വിരോധിച്ചതിൽ നിന്ന് അകന്നു നിൽക്കണം. എങ്ങനെയാണോ നാം പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെ മാത്രമാണ് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? പക്ക അനുസരണമാണ്, പക്ക തസ്ദീഖാണ്, അല്ലെ? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധവേളയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വിഭാഗം ആളുകൾ എനിക്ക് ശേഷം വരും, അവരെ നബി നിരോധിച്ചതൊന്നും ഹറാമാക്കിയതൊന്നും ഞങ്ങൾക്ക് ഹറാമല്ല, ഖുർആൻ എന്തെല്ലാം ഹറാമാക്കിയിട്ടുണ്ടോ അത് മാത്രമാണ് ഞങ്ങൾ സ്വീകരിക്കുള്ളൂ, അള്ളാന്റെ കിതാബിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞ് എന്നെ തള്ളിക്കളയുന്ന ഒരു വിഭാഗം വരും. ഇത് പറയുമ്പോ അക്കൂട്ടത്തിൽ അങ്ങനെ ഒരു ആളുമില്ലല്ലോ. നബിന്റെ കാലത്ത് അങ്ങനെ നബിനെ തള്ളി പറയുന്ന ഒരു മനുഷ്യനും അക്കൂട്ടത്തിലില്ല. പക്ഷേ നുബുവത്തിന്റെ അടയാളം എന്ന നിലയിൽ, ഒരു മുഅ്ജിസത്ത് എന്ന നിലയിൽ ഹബീബായ റസൂല് പറഞ്ഞു തരികയാണ്, ഇനി ഒരു കാലം വരുമ്പോ ഇങ്ങനെ വരും എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നതിനിടയ്ക്ക് ഒരു സന്ദർഭം കൂടി പിന്നീട് ഉണ്ടാവുന്നുണ്ട്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ഒരു ബയാൻ ചെയ്തുകൊണ്ടിരിക്കും, ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പലതും ചെയ്യുന്ന സ്ത്രീകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവും ശപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ ആ സദസ്സിൽ നിന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ പറഞ്ഞത് തെറ്റാണ്, ഞാൻ ഖുർആൻ നിരവധി പ്രാവശ്യം വായിച്ചെന്ന് ഞാൻ പഠിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ കിതാബിൽ അങ്ങനെ ഒരു വാക്കില്ലല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, നിങ്ങളെ ശരിക്കും ഖുർആനിനെ മനസ്സിരുത്തി വായിക്കാൻ ശ്രമിച്ചാൽ ഖുർആനിലുണ്ട്, ശരിക്കും വായിച്ചാൽ ഖുർആനിലുണ്ട്. എവിടെ ഖുർആനിൽ വെച്ചത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. സുന്നത്തിന്റെ പ്രാമാണികതയാണ് ആ പറയുന്നത്. ഹബീബായ ഈ റസൂല് എന്തെല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ, എത്തിച്ചു തന്നിട്ടുണ്ടോ, ഫഖുദൂഹു, നിങ്ങൾ അത് സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു, എന്തെല്ലാം വിരോധിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ ഉപേക്ഷിക്കുകയും വേണം. ഇത് ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചു. ഖുർആനിലുണ്ട്. ഉണ്ടെങ്കിൽ നബി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഹറാമാണ്, അകന്നു നിൽക്കണം. ഈ പ്രവണത മാറണം എന്ന് വെച്ചാൽ ഖുർആനിലുണ്ടോ? ഇതൊരു പുതിയ തലമുറയിൽ ഇപ്പോൾ നമ്മൾ വ്യാപകമായി കാണുന്ന ഒരു പ്രവണതയാണ്. എന്തറിയാം, നമ്മളെ മക്കൾ തന്നെ അതെവിടെ, അവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ, അതൊരു നിഷേധത്തിന്റെ തുടക്കമാണ്. ആ ഒരു പ്രവണത നിഷേധത്തിന്റെ തുടക്കമാണ്. നബി സുന്നത്ത് എന്നത് ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. ഞാനതിപ്പം വിശദീകരിച്ചു തരുന്നില്ല. നബിയുടെ ചര്യയാണത്, ഇസ്ലാമിന്റെ വഴിയിലുള്ള സഞ്ചാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഒരു കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീർപ്പ് കൽപ്പിച്ചു തന്നാൽ അത് അനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖല അല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. ഒരു മുഅ്മിനിന്, ഒരു മുഅ്മിനത്തിന് അല്ലാഹുവും റസൂലും ഒരു കാര്യം കൽപ്പിച്ച് വിധിച്ചു തന്നാൽ പിന്നെ നമ്മുടെ ചോയ്സ്, നമ്മളുടെ മറ്റൊരു കാര്യം അന്വേഷിക്കൽ, ഒരു അഴകുഴമ്പൻ സമീപനം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അള്ളാഹു റസൂല് പറഞ്ഞു, നമ്മുടെ ചർച്ച അവിടെ നിർത്തി, എല്ലാം കഴിഞ്ഞു. ഖുർആനിലുണ്ടോ? ചർച്ച നിർത്തി. സമിഅനാ വഅതഅനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വ്യക്തമായി സഹീഹായ റിപ്പോർട്ടിൽ നമ്മൾ കാണുകയാണ്.
നമ്മുടെ ചർച്ച അവസാനിച്ചു. പിന്നെ അതിനോട് എന്തേ ഉള്ളൂ? സമിഅനാ വഅതഅനാ. ഈ 4 കാര്യങ്ങളും പൂർത്തിയാവുമ്പോഴാണ് ഒരാള് യഥാർത്ഥത്തിൽ വിശ്വാസിയാവുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നതാണ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരു നബിയുണ്ട്, എനിക്കറിയാം, ആ നബിനെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കേവല വിശ്വാസത്തിന് ഷഹാദത്ത് എന്ന് പറയൂല. പ്രിയപ്പെട്ടവരെ, ഇത് കുറെ ഇങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് കുറെ കാണും. അടുത്ത വാക്കിലേക്ക് നമുക്ക് പോകണം. ഇങ്ങനെ നമ്മൾ ഈ 4 കാര്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞതറിയാം, വഅസ്സറൂഹു. ഈ വാക്കുകള് ശാന്തമായി എന്റെ കൂടെ ഞാനും നിങ്ങളും ചിന്തിക്കണം. നബിയെ സപ്പോർട്ട് ചെയ്യേണ്ട തഅസീർ എന്ന് പറഞ്ഞാൽ നബിയുടെ കൂടെ നിൽക്കലാണത്. അല്ലാഹുവിന്റെ റസൂലിന് ശക്തി പകരലാണത്. നബിയുടെ സുന്നത്തിനെ വെറുക്കുന്നവർക്ക് ആ സുന്നത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കലാണത്. ലോകത്തിന് നബിയെ ബോധ്യപ്പെടുത്തലാണ്. ഏതെല്ലാം തരത്തിൽ വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് കഴിയുമോ ആ നിലയിലെല്ലാം നബിയുടെ കൂടെ, സുന്നത്തിന്റെ കൂടെ നിൽക്കലാണത്. ആദർശത്തെ ഉൾക്കൊള്ളലും അതിനുവേണ്ടി നിലകൊള്ളലും വൈജ്ഞാനികമായി ബോധ്യപ്പെടുത്തലും എല്ലാം റസൂലിന്റെ കൂടെ നിൽക്കലാണ്. അങ്ങനെ റസൂലിന്റെ നിലപാടുകളെ, ആ അസ്തിത്വത്തെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. നമ്മൾ അങ്ങനെ ആലോചിക്കുമെന്നറിയാം, നബീനെ നമ്മളൊട്ട് മനസ്സിലാക്കിയിട്ടില്ല. ലോകത്തിന് അങ്ങനെ കൃത്യമായ നിലക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയും നമുക്ക് ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്. നമ്മൾ സ്വയം ആലോചിക്കേണ്ടത്. കാരണം ഇത് ഏതെങ്കിലും ഒരാൾ ചെയ്യേണ്ട ഡ്യൂട്ടിയല്ല. നമ്മൾ ഓരോരുത്തരും ആരാണ്? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ ഷഹാദത്ത് കലിമയുടെ 2ാം പാർട്ട് നമ്മൾ അംഗീകരിച്ചവരാണ്, അല്ലെ? അംഗീകരിക്കേണ്ടവരാണ്, നിർബന്ധമാണ്. നമ്മളെ നോക്കിയിട്ടാണ് ഇന്ന് ഇസ്ലാമിനെ കണക്കാക്കുന്നതേ. അതല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഇന്നത്തെ നാട്ടിൽ, ഞാൻ പിന്നീട് പറഞ്ഞുതരാം, ഇന്നത്തെ നാട്ടിൽ നമ്മുടെ ഓരോരുത്തരുടെ പേരുകൾക്കും പ്രാധാന്യമുണ്ട്. നമ്മളൊരു നന്മ ചെയ്താൽ ഒരു പക്ഷേ അതിന് പ്രാധാന്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു ന്യൂനതകൾ ജീവിതത്തിൽ വന്നുപോയാൽ അത് പർവ്വതീകരിക്കപ്പെടുന്ന, അതിന്റെ ഏതറ്റമാണ്, എങ്ങനെയാണ് സംഭവിക്കാന്ന് പോലും അറിയില്ല. ഞാൻ പറഞ്ഞതിന്റെ സൂചന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മൾ നെറ്റിലൊക്കെ സൈറ്റിൽ പോയിട്ട് മുഹമ്മദ് നബി എന്ന് മാത്രം അടിച്ചു കൊടുത്താൽ ഒരുപാട് സൈറ്റുകൾ നമുക്ക് കാണാം. ഇതിലെ 90% മുസ്ലിമീങ്ങളുടേതല്ല. ഞാൻ വിഭാഗമൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ എങ്ങനെ നോക്ക് കാണാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഇന്നാളുടെ മകനാണ്, ഇന്നവരുടെ മകനാണ്, അബ്ദുള്ള, അങ്ങനെയൊക്കെ പറഞ്ഞ് നബിനെ എങ്ങനെയാണ് വർണ്ണിച്ചു കൊണ്ടുവന്നിട്ട് അവരുടെ അവസാനം കൊണ്ടെത്തിക്കുക ഏറ്റവും വികൃതമായ രൂപത്തിലായിരിക്കും. കാരണം ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്കറിയാം അള്ളാഹുവിന്റെ ഹബീബാണ്, ഹബീബായ റസൂലാണ് നമ്മുടെ ശക്തിയെന്ന്, നമ്മുടെ ജീവനെന്ന്. ഓക്കെ, റസൂല് കഴിഞ്ഞാൽ പിന്നെ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ, ലോകത്തെ നബി കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ അമ്പിയാക്കന്മാര് കഴിഞ്ഞാലും കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അടുത്ത ആളാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലേ? അവരെങ്ങനെയാണ് ദീനിനെ സപ്പോർട്ട് ചെയ്തതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. ഇവ അസ്സറൂഹ് പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം വളരെ വേഗത്തിൽ. നുബുവത്തില്ലാത്ത മനുഷ്യരിലെ ശ്രേഷ്ഠനാണ് സിദ്ദീഖുൽ അക്ബർ. നമ്മൾ ആ പേര് പറയുമ്പോൾ തന്നെ സിദ്ദീഖ് എന്നാണ് ആദ്യം പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രാ മിഅ്റാജ് പോയല്ലോ. 2 മാസക്കാലം വഴിദൂരം നടക്കേണ്ടുന്ന സ്ഥലം 1 മാസം അങ്ങോട്ട് 1 മാസം ഇങ്ങോട്ട്, എന്നിട്ട് 7ാം ആകാശത്തേക്കൊക്കെ പോയി തിരിച്ചു വന്ന് ഇത് നാട്ടിലിങ്ങനെ പ്രചരിക്കപ്പെട്ടു. അപ്പോഴാണ് ശത്രുക്കൾ അത് ഏറ്റുപിടിച്ചു. അബൂജഹലും അബൂലഹബും എല്ലാവരും ഏറ്റുപിടിച്ചു. കേട്ടില്ലേ മുഹമ്മദ് പറയുന്നതെന്ന് പറഞ്ഞു. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ചെല്ലാണ്. കാരണം എന്താ അറിയോ? അബൂബക്കറിനെ പോലെ ഒരു മഹാനായ വ്യക്തി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല മുഹമ്മദ്. ഇതാണ് അവരുടെ കാഴ്ചപ്പാട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ കേൾക്കുമ്പോ നമ്മള് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാതിരിക്കരുത്. ഇവര് പറഞ്ഞ വാക്കാണ്. അരെ, അബൂബക്കറിനെ പോലെ മാന്യനായ ഒരാൾക്ക് പിന്തുടരാൻ പറ്റുന്ന ഒരാളല്ല എന്തെല്ലാമായി പറഞ്ഞു കൂട്ടുന്നത് എന്നാ. അന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ഇല്ല, അവർ കച്ചവടത്തില. ഇയാളുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ വന്ന ഉടനെ പറഞ്ഞു, മുഹമ്മദ് പറയുന്നത് കേട്ടില്ലേ? എന്തെല്ലാം പറഞ്ഞു എന്ന് ചോദിച്ചു. പറഞ്ഞു ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മുഹമ്മദാണ് പറഞ്ഞത്. സദ്ദഖ്തുഹു. രണ്ടാമതൊരു ചോദ്യമല്ല, ഓൺ ദ സ്പോട്ട്. നമ്മൾ ശരിക്കും പഠിക്കണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നൊരു വാക്കായിരുന്നു
സിദ്ദീഖുൽ അക്ബർ പറഞ്ഞിരുന്നതെങ്കിൽ ഈ വന്ന ശത്രുക്കൾക്ക് അതൊരു സന്തോഷമെങ്കിലും ആകുന്നു, ആശ്വാസമായിരുന്നു. അല്ലേ? ഒരു സംഗതിക്കും നിന്നില്ല. മുഹമ്മദ് പറഞ്ഞോ സല്ലല്ലാഹു അലൈഹി വസല്ലം സദ്ദഖ്തുഹു നാൻ. ഇതാണ് സഹോദരങ്ങളെ, ഒരു നിമിഷ നേരം പോലും കാത്തു നിൽക്കാതെ, അന്വേഷിക്കണമെന്ന് പോലും പറയാതെ ഹബീബായ റസൂലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ. വഅസ്സറൂഹു. നേരെ പഠിക്കണം. ഞാനും നിങ്ങൾ എവിടെയാണെന്ന് നമ്മൾ ശരിക്കും ആലോചിക്കണം. സോഷ്യൽ മീഡിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വാക്ക് കേട്ടാൽ നമ്മളാകെ നെട്ടോട്ടായി, നമുക്ക് ബേജാറായി. ശരി തന്നെയാണോ? അല്ലേ? അങ്ങനെയൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാൻ പാടുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. മറിച്ച് എന്ത് വരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണോ? ഞാനത് അംഗീകരിക്കുന്നു. ഫല്ലദീന ആമനു ബിഹി വഅസ്സറൂഹു. ഈ മഹത്വം നമ്മൾ പഠിക്കണ്ടേ? എന്തെങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ ഇത്ര എതിർപ്പ് വരുന്നത്. ഇപ്പൊ ലോകത്ത് ഏറ്റവും മഹനീയമായ പേരല്ലേ മുഹമ്മദ് എന്ന് പറയുന്നത്? അള്ളാഹു വിളിച്ച പേരല്ലേ മുഹമ്മദ്? സത്യത്തില് ആ പേരിനെ പോലും നമ്മളാ വികൃതാക്കിയത്. നമ്മളാ. മുഹമ്മദിനെ കൊണ്ട് ഈ മമ്മദും മമ്മൂട്ടിയും മഹമ്മദൂട്ടിയും ചേക്കാമുട്ടിയും അങ്ങനെ എന്തെല്ലാം പേരെന്ന് മുഹമ്മദ് എന്ന് പേര് കേൾക്കുന്നത് പോലും ചിലപ്പോൾ നമുക്കൊരു അലർജിയായി തോന്നാം. കാരണം എന്താ? മഹനീയമായ പേരിനെ നമ്മൾ അലങ്കോലപ്പെടുത്തി കളഞ്ഞു. ശരിക്കും നോക്കിയേ, ശത്രുക്കളായ ആളുകള് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വാക്കുകൾ എന്താ? പലതും ബാധിച്ച ആളാണ്. ഞാൻ ആ വാക്കെടുത്ത് ഉദ്ധരിക്കുന്നില്ല. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. ആ വാക്കുകൾ ശരിക്കും വായിക്കണം. നൂൻ വൽ കലമി വമാ യസ്റൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. രേഖകൾ, പേന കൊണ്ട് ലോകത്ത് രേഖപ്പെടുത്തുന്ന എന്തെല്ലാം രേഖകൾ നിലനിൽക്കുമോ ആ രേഖകൾ കാലത്ത് തെളിയിക്കും നബിയെ, നിങ്ങൾ ഒരു ഭ്രാന്തനല്ല എന്ന്, നിങ്ങളൊരു മജ്നൂനല്ല എന്ന്. എന്തെല്ലാന്ന് പറയുന്നുണ്ട്. കാരണം അറിയാം, ഈ പറയുന്നതൊക്കെ കേട്ട് പഠിച്ചു വരുന്ന ആൾക്കാരെല്ലാരും ഇത് അംഗീകരിക്കാം. 205 കോടി മുസ്ലിമീങ്ങൾ ഇന്ന് ലോകത്തുണ്ടെന്നാണ്. നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 170 കോടി എന്നാണ് പറഞ്ഞിരുന്നത്. ആ 170 കോടി എന്നുള്ളത് ഇപ്പൊ എത്തി നിൽക്കുന്നത് 205-ലാണ്. എന്താ അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാല് നമ്മൾ പഠിക്കേണ്ടത്, ഇന്ന് ലോകത്ത് ഇത്രയൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചർച്ച ചെയ്യപ്പെടുക. നബിയെ പഠിക്കുന്നവരാരും റസൂലിൽ നിന്ന് അകന്നു പോകില്ല. ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്കറിയാം നബിയാണ് എല്ലാം എന്ന്, ഖുർആനാണ് എല്ലാം എന്ന്. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞത് ഫഅസ്സറൂഹു, നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഈമാനിന്റെ അടയാളമാണത്. നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കുക. നമുക്ക് സമയമല്ല, വളരെ വേഗത്തിൽ നിങ്ങൾ ആലോചിച്ചു വെക്കണം. എന്തറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുത്തതുപോലെ ഒരു വിശുദ്ധമായ ഒരു സമൂഹത്തെ ലോകത്ത് പിന്നെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മദ്യം കഴിക്കാത്ത, വ്യഭിചാരം നടക്കാത്ത, നീതി നടപ്പിലാവുന്ന, സാഹോദര്യം വിളയുന്ന, സക്കാത്ത് വാങ്ങിക്കാൻ ആളില്ലാത്ത, പാതിരാവിലും ജനസേവനം നടത്തുന്ന, പാതിരാവിന്റെ വേളകളിൽ സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിശുദ്ധി നിറഞ്ഞ ഒരു സമൂഹത്തെ മുത്തുനബി അല്ലാതെ വേറൊരാൾക്ക് ഉണ്ടാക്കാൻ കഴിയും. ഞാനത് പറയുമ്പോ നമുക്ക് ആ ഹബീബിനെ ഇങ്ങനെ കാണാൻ മനസ്സിൽ ഇങ്ങനെ കൊതി വരേണ്ട സഹോദരങ്ങളെ. നമുക്ക് ആ നബിനെ കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരേ സമയം റസൂലിന്റെ ശരീരത്തെ സംരക്ഷിക്കാൻ നമുക്ക് സൗഭാഗ്യം ഉണ്ടായിട്ടോ? ഇല്ല. അത് സഹാബത്തിന് മാത്രമാണ് കിട്ടിയത്. നമുക്കുള്ള സൗഭാഗ്യം എന്നുള്ളൂ ആ റസൂലിന്റെ സുന്നത്തിനെ പിന്തുടരാനാണ്. അല്ലെ? മദ്യമുക്തം എന്ന് പറഞ്ഞാൽ 40,000 കോടിയിലധികം രൂപക്ക് ഒരു വർഷത്തിൽ മദ്യം കുടിക്കുന്ന കൊച്ചു നാട്ടിലാണ് നമ്മളുള്ളത്. ആ നാട്ടുകാരോട് പറയാൻ കഴിയണ്ടേ, മദ്യത്തിൽ മരിച്ചു കിടക്കുന്നത് സൗഭാഗ്യമായി കണ്ടിരുന്ന സമൂഹത്തെയാണ്, 10 നേരം കള്ളു കുടിച്ചവരെയാണ് 5 നേരം നിസ്കരിക്കുന്നവരാക്കി മാറ്റിയത്. അങ്ങനെ നമ്മൾ എണ്ണിയാല് ഇത് എവിടേക്ക് എത്തൂലാട്ടോ. ആ റസൂൽ ആരറിയാം? ഒരു പള്ളിന്റെ മൂലയിൽ ഇരിക്കുന്ന റസൂലല്ല. വീണ്ടും ഞാൻ പറയുന്നു, 157-ാമത്തെ ആയത്ത് സൂറത്ത് ആറാഫിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വായിക്കണം. ആ റസൂലിന്റെ ഒരു വലിയൊരു മഹത്വം നമുക്ക് ശരിക്കറിയാം. വല്യമ്മാന്റെ ഒരു ഭാരം ചുമന്നു പോകുന്നുണ്ട്. ഒരു തള്ളമ്മ, ഒരു വല്യമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, വയസ്സായിട്ടുണ്ട്, ഭാരം ഒന്ന് തലയ്ക്ക് വെച്ചുകൊണ്ട് ഒരു ചുമട്. നബി അതിനെങ്ങനെ ഏറ്റി ഇങ്ങനെ കൊണ്ടുപോകുക. വല്യമ്മ അജുമയൊന്നുമല്ല, അങ്ങനെ മനസ്സിലാക്കരുത്. ഇസ്ലാമിന്റെ കൊടിയ ശത്രുവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുമടേറ്റി പോകുമ്പോഴെല്ലാം വയൽ പറഞ്ഞു കൊടുക്കണം. എന്താ അറിയോ? നാട്ടിൽ ഒരു ഫിത്ന ഉണ്ടാക്കുന്ന, നമ്മുടെ പാരമ്പര്യത്തെ തള്ളിപ്പറയുന്ന
ഒരുവൻ വന്നിട്ടുണ്ട്, മോനെ ഉമ്മന്റെ കുട്ടി ആ കെണിയിൽ പടരുതിട്ടെന്ന്. ഒന്നും മിണ്ടുന്നില്ല. അവസാനം തോന്നി ഉമ്മന്റെ കുട്ടിക്ക് അയാൾ അറിയില്ലേ, നീയെങ്ങാനുമാണത്. റസൂലുള്ളാഹി ചിരിച്ചു. ആ ഭാവം കണ്ടപ്പോഴാണ് ഷഹാദത്ത് കലിമ ചൊല്ലി അവിടെ വെച്ചുകൊണ്ട് ഈ വല്യമ്മ മുസ്ലിമാകും. നിങ്ങൾക്ക് അറിയാത്തതല്ല ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ. അങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കി, അവിടെ വെച്ചാണ് കലിമ ചൊല്ലുന്നത്. നമ്മൾ അറിയണം റസൂലിന്റെ മിറാക്കിൾ അവിടെയാണ്. ആലപ്പുഴ ജില്ലയിലെ മെഡിക്കൽ കോളേജിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വളരെ പ്രശസ്തനായ ഒരു ബിഷപ്പ് ഡോക്ടർ കഴിഞ്ഞ കൊല്ലം കുറച്ചു കാലം മുമ്പ് തൃശ്ശൂരിൽ നടന്ന ഒരു ഇസ്ലാമിക് എക്സിബിഷൻ ഉണ്ടായിരുന്നു. അത്രേ പറഞ്ഞ. ബാക്കി അതിന്റെ മത്തിനെന്താന്ന് ചോദിച്ചാൽ ഇയാളിത് കണ്ട് നബിനെ കുറിച്ചൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി. അവിടെ നിൽക്കുന്ന ആളുകളെ ചീത്ത വിളിക്കുക. എനിക്ക് ഏതാണ്ട് ഇത്ര വയസ്സായി, ഇത്ര നല്ല ഒരു മഹാനെ എനിക്ക് പരിചയപ്പെടുത്തി തരാൻ മുസ്ലിമീങ്ങളായ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെയാണ് അദ്ദേഹം ചീത്ത വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആലോചിച്ച് നോക്കിയാ ഞാനും നിങ്ങളും ഒന്നാം പ്രതിയാകാതിരിക്കണമെങ്കിൽ കുറച്ചുകൂടി കരുതണം. ഫല്ലദീന ആമനു ബിഹി വഅസ്സറൂഹു വനസറൂഹു വനസറൂഹു. ദീനിനെ സഹായിക്കണം. എന്താ ദീനിന്റെ സഹായം? വകൂനു അൻസാറല്ലാഹ്. അൻസാറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് പേരിട്ട് വിളിക്കാട്ടോ. നിങ്ങൾ അൻസാറുള്ളയാകണം, അള്ളാഹിന്റെ സഹായികളാകണം. ആരാണ് അള്ളാഹിന്റെ സഹായികള്? എന്താണ് അള്ളാഹ്ക്ക് നമ്മൾ കൊടുക്കുന്ന സഹായം? ശരിക്ക് പഠിച്ചോളി. അള്ളാഹിന്റെ ദീനിനെ നമ്മൾ സഹായിക്കാന്ന് പറഞ്ഞാൽ ആ ദീനിന്റെ പ്രചരണമാണ്. അള്ളാഹുവിന്റെ ഏകത്വം ഈ മാലോകരെ പഠിപ്പിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ ദീന്, ആ തൗഹീദ് പ്രചരിപ്പിക്കാൻ നമ്മുടെ ദൗത്യം അതാണ്. ദീന് മനസ്സിലാക്കി കൊടുക്കുക, പ്രവാചകൻ ആരെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഹജ്ജിന് വേണ്ടി നബിയായി നിയോഗിക്കപ്പെട്ട ആ കാലത്ത് ഹജ്ജിന് വേണ്ടി മക്കത്ത് വരുന്ന ആളുകളെ എല്ലാവരെയും ഓരോരുത്തരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് കാണും. പിന്നാലെ ഒരാളുണ്ടാവും കല്ലെടുത്തെറിയാൻ. അപ്പോ കൂട്ടത്തിൽ ഈ യസ്രിബുകാര് മദീനക്കാര് വന്ന് ആരാണ് ഇയാളെന്ന് ചോദിച്ചു. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അവര് മക്കക്കാര് പരിചയപ്പെടുത്തിയത് നുബുവത്ത് വാദിക്കുന്നവനാണ്, പ്രവാചകത്വം വാദിക്കുന്നവനാണ്. ആരാ ഈ കല്ലെറിയുന്നതെന്ന് ചോദിച്ചു യസ്രിബുകാരൻ. അവരുടെ അമ്മാവനാണ്, കുടുംബക്കാരനാണ്. നബി ഇയാള് ഇത്രയൊക്കെ കല്ലെറിഞ്ഞിട്ട് വേദനയുണ്ട്, കാലിന് രക്തം വരെ വന്നിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കിയില്ല. വന്നവരോട് അവതരിപ്പിച്ചു. അവിടെ നിന്നാണ് എന്താ ഇയാൾ പറയുന്നു കേൾക്കണല്ലോ എന്ന് മനസ്സിലാക്കിയാണ് യസ്രിബിലെ ജനങ്ങൾക്ക് ദീനിലേക്ക് ആകർഷകരായത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മളെങ്ങനെ ആലോചിക്കുമ്പോ നമ്മളെ കൊണ്ട് ദീന് വേദനിക്കരുത്. ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക, നമ്മളെ കൊണ്ട് അള്ളാഹുവിന്റെ ദീന് വേദനിക്കാൻ പാടില്ല. വളരെ ചെറിയ കാലാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നുള്ളൂ. ആ കാലത്തിനിടയ്ക്ക് സംതൃപ്തി വേണോ, സമാധാനം വേണോ, സന്തോഷം വേണോ? അള്ളാഹുവിന്റെ ദീൻ അറിയണം, ഹബീബായ റസൂലിനെ അറിയണം, ആ റസൂലിനെ സ്നേഹിക്കണം, ആ റസൂലിനെ പിന്തുടരണം. നബി പഠിപ്പിച്ച ദീന് അതാണ് ഉത്തമമെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ പരിഹാരം ആ ദീനാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഒരു വിശ്വാസം കൊണ്ടുപോലും ആ ദീനിനെ, ആ സുന്നത്തിനെ നമ്മൾ വേദനിപ്പിക്കരുത്. അതൊരു പ്രതിജ്ഞയായി നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകണം. ഫല്ലദീന ആമനു, ആയത്തിന്റെ കൂടെ നിങ്ങൾ ഇങ്ങനെ പറയണട്ടോ, ഫല്ലദീന ആമനു ബിഹി, ആ പ്രവാചകനിൽ വിശ്വസിക്കുന്ന ആളുകൾ, വഅസ്സറൂഹു, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, വനസറൂഹു, അദ്ദേഹത്തെ സഹായിക്കുന്ന ആളുകൾ. ഒന്നും കൂടിയുണ്ട്, വത്തബഉ അന്നൂറല്ലദീ ഉൻസില മഅഹു, അദ്ദേഹത്തിന് ഇറക്കപ്പെട്ടു കൊടുത്തില്ല ആ വെളിച്ചത്തെ പിന്തുടരുന്നവര്, അഥവാ ഖുർആനിനെ നെഞ്ചേറ്റുന്ന ആളുകള്. ഖുർആനാണ് നമ്മുടെ വഴിയിലെ ശോഭ. ആ ഖുർആൻ എന്തെന്ന് പഠിപ്പിച്ചതെന്താണ് റസൂല്, അതിനെ നെഞ്ചേറ്റുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ കൊണ്ട് ഈ ദീന് വളരുവോ, ഈ ദീന് സങ്കടപ്പെടുവോ എന്ന് ഇങ്ങോട്ട് നെഞ്ചത്തോട് മാത്രം ചോദിക്കുക. വേറൊരാളെടുത്ത് നോക്കുകയേ ചെയ്യരുത്. എന്ന് പിരിഞ്ഞാലും സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കോ ആലോചിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. കുറെ ആയുസ്സൊന്നും നമുക്കില്ല, എപ്പോഴും നമുക്ക് പിരിയാം. പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ കഴിയണം. ആ വഴിയിലെ വെളിച്ചമാണ് ഹബീബായ റസൂല്.
ആ റസൂലിന്റെ ചര്യ പിന്തുടരുക, അതിന്റെ തൗഫീക്കിന് വേണ്ടി ചോദിക്കുക. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നത് ഈ 4 ക്വാളിറ്റികളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് അത് അള്ളാഹുവിന്റെ മിന്നത്ത് എന്നാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും. അള്ളാഹുവിന്റെ മിന്നത്താണ്, അള്ളാഹിന്റെ അനുഗ്രഹമാണ് നബിയുടെ നിയോഗം എന്ന് പറയുന്നത്. ശരിക്ക് അത് പിന്നീട് നമുക്ക് പഠിക്കാട്ടെ. നിങ്ങൾ അടുത്ത് വരുമ്പോ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മക്കത്ത് നിയോഗിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ആ കാടൻ സമൂഹം എന്താവുകയായിരുന്നു, ഇന്നത്തെ ലോകം എന്താകുമായിരുന്നു? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു നബി ഇല്ലെങ്കിൽ എന്താകും അവസ്ഥ എന്നുള്ളതാണ്. അതുകൊണ്ട് മുഅ്മിനുകളായ നമ്മളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന, നബിയുടെ കൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. എവിടെ? ദുനിയാവിലെ സുന്നത്തിന്റെ കൂടെ, ഖുർആനിന്റെ കൂടെ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ. ആ തൗഫീക്കിന് വേണ്ടി ചോദിക്കണം. ഞാൻ 2 പ്രാർത്ഥന ഉണ്ട്. ഒന്ന് ഇപ്പം പറഞ്ഞിറങ്ങളുടെ കൂടെ ഇങ്ങനെ പറയണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ് വനഈമൻ ലാ യൻഫദ് വമുറാഫഖത നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഅലൽ ജന്നത്തിൽ ഉൽയ. അല്ലാഹുവേ, ഇളകാത്ത ഈമാൻ. നമ്മളൊക്കെ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ ഈമാനിന് സാഹചര്യങ്ങൾക്കനുസരിച്ച് അടക്കം വരും. പടച്ചോനെ, ഇളകാത്ത ചാഞ്ചല്യമില്ലാത്ത ഈമാൻ, നശിച്ചു പോകാത്ത ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ. കാരണം കിട്ടിയ അനുഗ്രഹങ്ങൾ നിലനിർത്തി തരണേ എന്നുള്ള ചോദ്യമാണ്. വമുറാഫഖത നബിയിന, ഞങ്ങളുടെ ഹബീബായ റസൂലിന്റെ സഹവാസം. എവിടെ? അഅലൽ ജന്നത്തിൽ ഖുൽദി, നിത്യവാസത്തിന്റെ ലോകം, ആ ജന്നത്തിന്റെ ഏറ്റവും സമുന്നതയിൽ ഹബീബായ റസൂലിന്റെ കൂടെ നിൽക്കാൻ കഴിയണം. അപ്പൊ ഒന്നുകൂടി പറയും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ് വനഈമൻ ലാ യൻഫദ് വമുറാഫഖത നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഅലൽ ജന്നത്തിൽ ഖുൽദി. യാ അല്ലാഹ്, ഇത് നമ്മൾ പ്രാർത്ഥനയിലേക്ക്, നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരിക. സുന്നത്തനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിനോടെന്നും അതിന്റെ തൗഫീക്കിന് വേണ്ടി ചോദിക്കുക. നമ്മുടെ ഒരു ശ്വാസം കൊണ്ടുപോലും ദീനിനെയും റസൂലിനെയും നമ്മൾ വേദനിപ്പിക്കരുത് എന്ന പ്രതിജ്ഞയെടുക്കുക, പ്രാർത്ഥിച്ച് നീങ്ങുക. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അനുസരിച്ച് ഖുർആനിന്റെ ദീനിന്റെ വഴിയിലൂടെ നീങ്ങാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ലോകം വിട്ടു പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചവനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്കെല്ലാം സൗഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും ഉമ്മത്തിനെയും അള്ളാഹു സകല മുസീബത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ അവന്റെ ഐശ്വര്യങ്ങളും നമ്മുടെ മേൽ അവൻ സദാ വർഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹജാത്. റബ്ബനാ ഗ്ഫിർ ലനാ വ ലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. والسلام على المرسلين والحمد لله رب العالمين.